സോറി, എനിക്കെന്തോ ഇത് നല്ല തീരുമാനമാണെന്ന് തോന്നുന്നില്ല. നീ സംഗതികളെ കൂടുതൽ സങ്കീർണമാക്കിയുള്ളൂ. അല്ല, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്റെ ഈ തീരുമാനവും ശരി. കുറച്ചുനാൾ കല്യാണിയിൽ നിന്ന് അകന്നു നിൽക്കും. ഇപ്പോഴത്തെ ഈ അവസ്ഥയൊക്കെ മാറുമ്പോഴേ ഞാൻ ഈ ഗിഫ്റ്റ് കല്യാണിക്ക് കൊടുക്കും. അതുവരെ ഈ ഗിഫ്റ്റിന്റെ സ്ഥാനം ഈ അലമാരയ്ക്കുള്ളില്ല. അപ്പോ അവള് തിരിച്ചു വന്നു അല്ലേ? അവൻ ആ അടുക്കളക്കാരിയെ തിരഞ്ഞു കണ്ടെത്തി തൃച്ചംബരത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വാഴിക്കാൻ തന്നെ തീരുമാനിച്ചു. അതെ, വാഴിക്കാൻ. ഇതാണ് സ്വഭാവമെങ്കിലേ അവൻ അവളെ താമസിയാതെ കെട്ടിയെന്ന് വരും. അടുക്കളക്കാരി കല്യാണി തൃച്ചംബരത്തെ കെട്ടില്ലമ്മ. ആലോചിക്കുമ്പോ തന്നെ എനിക്കങ്ങ് ഇരിഞ്ഞു കേറുക. ഇതുവരെ നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു ചുക്കും. എന്തോ എനിക്കിപ്പോ വല്ലാത്ത ഭയം തോന്നുന്നു. നിന്റെ പിന്നിൽ ഞാനുണ്ടെന്നറിയുന്ന ദിവസം തൃച്ചംബരത്തിന്റെ മുറ്റത്ത് എനിക്ക് വേണ്ടി ഒരു ചിത ഒരുങ്ങും. അതെനിക്ക് ഉറപ്പാ. നാഗമടത്തെ വിഷം ചീറ്റുന്ന പാമ്പാണെന്ന് കരുതിയാ ഞാൻ നിന്റെ കൂടെ കൂടിയത്. പക്ഷെ ചവിട്ടിയെ പോലും തിരിച്ചു കടിക്കാത്ത പാമ്പാണെന്ന് അറിയാൻ വൈകിപ്പോയി. എന്റെ വലിയ പിഴ. അല്ല, കൊട്ടിഘോഷിച്ച് നീ പോയി ടെൻഡർ പിടിച്ചിട്ട് എന്തായി? എല്ലാം വേസ്റ്റ്. പാമ്പ് കടിയേറ്റാൽ അതിന്റെ മരുന്ന് അതേ പാമ്പിന്റെ വിഷം തന്നെയാണെന്ന് നിനക്കറിയില്ലെങ്കിലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് അറിയായിരുന്നു. അതാ കടിച്ച് നിന്നെ കൊണ്ട് തന്നെ വിഷം ഇറക്കിച്ചത്. മണിക്കൂറുകൾ കൊണ്ട് ടെൻഡർ തിരിച്ച അഖിലാണ്ടേശ്വരിയുടെ കയ്യിൽ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒന്നും പറ്റിയില്ല, ഒന്നും. മതി, അധികം വായിട്ടലച്ച് വായില് വെള്ളം വറ്റിക്കണമെന്നില്ല. ഉമിനീരാണ് പാമ്പിന്റെ വിഷമെന്നറിയാലോ. ഏറ്റ അടികൾക്ക് പകരം ചോദിക്കാൻ ഞാൻ എന്റെ പ്രാണനിൽ നിന്നും ഉമിനീര് ശേഖരിച്ചുകൊണ്ടിരിക്കേ. ഇപ്പോ 6 അടിയോളം നിവർന്നു നിൽക്കാൻ ശേഷിയുള്ള വിഷമുള്ള ജീവികളെ മാത്രം കൊത്തി ശീലിച്ചിട്ടുള്ള രാജവെമ്പാലെ ആന്റി കണ്ടിട്ടുണ്ടോ? ഒന്ന് കൊത്തിയാൽ ലോകത്തുള്ള ഏത് ചികിത്സ കൊടുത്താലും മിനിറ്റുകൾ താണ്ടില്ല ഒരു മനുഷ്യനും. ഈ പ്രിയങ്കയും ആ കൂട്ടത്തിൽ പെട്ടതാണെന്ന് വിശ്വസിക്കാം ആന്റിക്ക്. ചെറിയ ചില പിഴവുകൾ മറക്കണം. പണമെടുത്താടാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഞാൻ. ചില പ്ലാനുകളുണ്ട്. അഖിലാണ്ടേശ്വരിക്കും മകനും വിഷമേറ്റാൽ മറു ചികിത്സ കിട്ടാത്ത ചില പ്ലാനുകൾ. ആന്റി തൃച്ചംബരത്തെ റാണിയായി വാഴുന്ന കാലം വരും. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ, ഓക്കെ?
ആ ഒരു മിനിറ്റ്. സുജാത, സർ, എനിക്കൊരു പുതിന ടീ വേണം. സുജാത കൊണ്ടുവരുമോ? ഇപ്പൊ കൊണ്ടുവരാം സർ. ശരി. കല്യാണി, പറഞ്ഞു ചേച്ചി. സാർ എപ്പോഴും ചായയും കോഫിയൊക്കെ നിന്നോടാണല്ലോ ആവശ്യപ്പെടുന്നത്. ഇന്നെന്താ അതിനൊരു മാറ്റം? എന്ത് മാറ്റം? അത് കൊള്ളാം. ആരോട് ചോദിച്ചാൽ എന്താ ചേച്ചി, സംഗതി നടന്നാ പോരെ? മാത്രല്ല, ഇവിടെ എന്നെക്കാളും മുന്നേ ജോലി ചെയ്തു വരുന്ന ചേച്ചിയോട് ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? അതാവും വലിയ ചേച്ചിയോട് ചോദിച്ചത്. നീ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ എനിക്ക് ഈ പുതിനാട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഞാനിപ്പോഴും പഴയ കാപ്പിയുടെയും ചായയുടെയും ആളാ. അതൊന്നും ഒരു പ്രശ്നമല്ല. ടീ ഒക്കെ ഞാൻ ഇട്ട് തരാം. ചേച്ചി വല്യുവിന് കൊണ്ടുപോയി കൊടുത്താ മതി. ശരി ശരി, വാ. ഇല്ലില്ല, അതിനെക്കുറിച്ചൊന്നും വറീഡാവണ്ട. ആ, നിങ്ങൾ അയച്ചേക്കും. എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാൻ നോക്കാം. ഓക്കെ ഓക്കെ, ശരി. ഇത് എന്ത് പറ്റി? ആനന്ദിന് സുജാത കോഫി കൊടുക്കുന്നു. ഇത് സാധാരണ കല്യാണിയാണല്ലോ ചെയ്യാറ്. അവളിത് എവിടെ പോയി? സുജാതെ. മാഡം. കല്യാണി ഇന്ന് വന്നില്ലേ? വന്നു മാഡം, അടുക്കളയിലുണ്ട്. സാധാരണ ആനന്ദിന് കല്യാണിയാണല്ലോ ചായ കൊടുക്കാറ്. അവൾ അത് ആരെയും കൊണ്ട് ചെയ്യിക്കാറുമില്ല. പിന്നെ ഇന്നെന്താ ഒരു മാറ്റം? അത് മാഡം, ഓ, അവൾ അടുക്കളയിലോട്ട് എഴുന്നള്ളി കാണില്ല അല്ലേ? എന്നിട്ട് നീ എന്നോട് കള്ളം പറയുന്നതാ? കള്ളമല്ല മാഡം, കല്യാണിയാ സാറിന് ഇഷ്ടപ്പെട്ട പുതിനാട്ടി ഉണ്ടാക്കി തന്നത്. ആഹാ, കൊള്ളാം. അവള് സ്വന്തം കൈകൊണ്ട് പുതിന ടീ ഉണ്ടാക്കി ആനന്ദിന് കൊടുക്കാൻ നിന്നെ പറഞ്ഞയച്ചല്ലേ? ഇത് ഞാൻ വിശ്വസിക്കണം. ഞാനെന്തിനാ മാഡത്തിനോട് കള്ളം പറയുന്നേ? ഞാനും കല്യാണിയും കൂടി മാർക്കറ്റിൽ നിന്ന് വരുന്ന സമയത്ത് സാർ എന്നെ വിളിച്ചിട്ടാ പറഞ്ഞത് പുതിനാട്ടി വേണോന്ന്. എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് കല്യാണി അത് ഇട്ട് തന്നിട്ട് എന്നോട് സാറിന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അതാ സത്യം. ശരി ശരി, നീ പോ. ആനന്ദ് കല്യാണിയോട് ചോദിക്കാതെ സുജാതയോട് പുതിന ടീ ചോദിക്കണമെങ്കിൽ അതിലെന്തോ ഒരു കള്ള ഒളിഞ്ഞിരിപ്പുണ്ട്. ഏത് സമയത്തും വലിയ കുഞ്ഞേന്ന് വിളിച്ചോണ്ട് നടക്കുന്ന കല്യാണി ഇന്നത് സുജാതയുടെ കയ്യിൽ കൊടുത്തുവിട്ടിരിക്കുന്നു. അപ്പോ ഇവർക്കിടയിൽ എന്തോ ഒരു നാടകം കളിക്കുന്നുണ്ടെന്ന് അർത്ഥം. അതെന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. എന്നിട്ട് വേണം രണ്ടെണ്ണത്തിന്റെ അവസാന രംഗം എനിക്കെഴുതാൻ. ഒരു ദിവസം ഒരു 100 പ്രാവശ്യം കല്യാണി കല്യാണിന്ന് വിളിക്കുന്ന ആളാ. ഇപ്പോ എന്നെ ഒന്ന് നോക്കുപോലും കൂട്ടാക്കാതെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുക. ആ കണ്ണൊന്ന് കലങ്ങിയ എന്റെ നെഞ്ചല്ലേമ്മ പിടയ്ക്കണേ. അങ്ങനെയുള്ള എനിക്ക് വല്യുഞ്ഞിന്റെ ഒരു മൗനം പോലും താങ്ങാവുന്നതിനപ്പുറം. ഏതായാലും വല്യുഞ്ഞ് എന്നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുമ്പോ ഞാനും ആ കണ്ണത്തും ദൂരത്ത് നിന്ന് മാറി നിൽക്കുന്നതാ നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു പക്ഷെ അഖിലാമ്മയുടെ തോക്കുന്നത് എനിക്ക് കാണേണ്ടി വരും. അത് വേണ്ട. അഖില മാഡം ഒരു വിധിയുടെ മുന്നിലും തോൽക്കാൻ പാടില്ല. തോൽക്കാൻ അനുവദിക്കില്ല ഈ കല്യാണി. അത് ഞാൻ അഖില മാഡത്തിന് കൊടുത്ത വാക്കാ. ഞാനിത് പാലിക്കും അമ്മേ. എന്റെ സങ്കടം ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അത് മതി. അതാണ് എന്റെ തീരുമാനം. അമ്മ എന്നും എന്റെ ശക്തിയായിട്ട് കൂടെ ഉണ്ടായിരുന്നാ മതി. നീ ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഞങ്ങൾ ഔട്ട് ഹൗസിലേക്ക് പോയി അവളെ തീർത്തിട്ട് വരാം. ഏയ്, വീടിനകത്ത് അവളുടെ അച്ഛനും അനിയനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അകത്തേക്ക് പോകുന്നതിനേക്കാൾ അവളെ പുറത്തിറക്കുന്നതാണ് നല്ലത്. അത് ശരിയാ. ഉം. പക്ഷെ അവളെങ്ങനെ പുറത്തിറക്കും? അതിനൊരു പണിയുണ്ട്. ആദ്യം 1 or 2 കല്ലെടുത്ത് ഇവിടെ ജനാലയിലും വാതിലിലും ഒക്കെ എറിയുക. അപ്പോൾ അവൾ ശബ്ദം കേട്ടുണരും. എന്താണെന്ന് നോക്കാൻ അവൾ മുൻവശത്തേക്ക് വരുമ്പോൾ പിന്നിൽ അതേപോലെ ചെയ്താൽ മതി. അപ്പോൾ അവൾ പിൻവാതിൽ തുറക്കും. അത് ഐഡിയ. ഞാൻ ആ സമയത്ത് വെളിയിലെ പൈപ്പിന്റെ ടാപ്പ് തുറന്നുവിടാം. വെള്ളം പോകുന്ന ശബ്ദം കേൾക്കുമ്പോൾ ടാപ്പ് അടയ്ക്കാനായിട്ട് അവൾ തീർച്ചയായിട്ടും പുറത്തിറങ്ങും. അപ്പോൾ നമുക്ക് അവളെ തീർത്ത് കളയാം. ശരി, എങ്കിൽ നിങ്ങൾ പിന്നിൽ പൊയ്ക്കോ. ഞാൻ ഇവിടെ നിൽക്കാം. അഥവാ അവൾ നിങ്ങളെ വെട്ടിച്ചു വന്നാലും ഇവിടെ എനിക്ക് തടയാൻ പറ്റും. അത് കൊള്ളാം. കൈ കൊടുക്ക. ഇതെന്താ ഒരു ശബ്ദം കേട്ടത്? പിന്നിൽ നിന്നാണല്ലോ. അയ്യോ, ടാപ്പ് തുറന്നു കിടക്കാണല്ലോ.
ഈ അനിയൻകുട്ടിന്റെ ഒരു കാര്യം ഒന്നൊന്നും ഒരു ശ്രദ്ധയില്ലാണ്ടായി ചെക്കന്. ദൈവമേ, വെള്ളം അത്രയും പോയി. എനിക്കടി അങ്ങോട്ട് എഴുന്നേപ്പിടാ. അയ്യോ, അല്ലെങ്കിൽ ചോര. എന്താ ഇവിടെ? ആനന്ദ്, എന്തു പറ്റി? ആരാണെന്ന് അറിയാൻ വയ്യ. 2-3 പേരെ കല്യാണിയെ കൊല്ലാൻ വന്നു. കൊല്ലാനോ? അതെ അമ്മേ, ഞാൻ സമയത്ത് എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. മേഡം നടക്കണോ? നടക്കണം അങ്ങോട്ട്. അങ്ങോട്ട് നടക്കാൻ നടക്കണം അങ്ങോട്ട്. നടക്കണം. നടക്ക്. മേഡം, ഒരുത്തനെ കിട്ടി. പറയടാ, ആരെന്ന് അയച്ചേ? പറയടാ. പറയണം. പറയടാ. അരവിന്ദ്, ഒരു മിനിറ്റ്. നീ ആരാ? എന്തിനാ കല്യാണിയെ കൊല്ലാൻ നോക്കിയത്? സത്യം പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ ശവമേ ഇവിടുന്ന് പോവൂ. ചോദിച്ചു കേട്ടില്ലേ? എന്തിനാ കല്യാണെ കൊല്ലാൻ നോക്കിയേ? ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാമേ. ഇതല്ലേ സാറേ? മര്യാദക്ക് പറഞ്ഞോ? ഞാൻ പറയാം സാറേ. പറയടാ. അത് കല്യാണി കൊല്ലാനായിട്ട് ഒരാള് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്ന. അത് പ്രിയങ്ക മേഡം.